സാർ ഇന്നലെയല്ല മെനഞ്ഞാന്ന് നമ്മുടെ എയർ ചീഫായിട്ടുള്ള മാർഷൽ എ പി സിംഗ്, വ്യോമസേന മേധാവിയായിട്ടുള്ള എ പി സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ 6 ഓളം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അത് ഒരു ട്രംപിനുള്ളൊരു മറുപടി കൂടെ ആയിരുന്നു. കാരണം ഈ ട്രംപിൻ്റെ F-35 ഇനി കാരണം ഈ പാകിസ്ഥാൻ്റെ F-16കളാണല്ലോ അടിച്ചിട്ടത്. അപ്പം ഇനിയിപ്പോൾ F-35യുടെ കാര്യം എന്താകും എന്നുള്ള രീതിയിലുള്ള ട്രംപിനുള്ള രീതിയിലുള്ള മറുപടിയായിരുന്നു അത് സൈഡിൽ കൂടെ. പക്ഷേ അത് കൊണ്ടത് കയറി പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പിന്നെ അസീം മുനീർ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അസീം മുനീർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആണവബോംബുണ്ട്, ലോകത്തിൻ്റെ പകുതി കത്തിച്ച് കളയും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണ് ഇത് സാറ് ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഒരു ഭീരുവിൻ്റെ വെല്ലുവിളിയായിട്ടാണോ കാണുന്നത്, അതോ ഒരു ധീരൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ സാർ? നിങ്ങളെല്ലാം വിചാരിക്കും സിന്ദൂർ ആഗസ്റ്റിലാണെന്ന് തോന്നുന്നു. സിന്ദൂറിന് സംഭവിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിനപ്പുറം ഒരു വിശദീകരണം ഇനിയും സിന്ദൂരിനെ പറ്റി ആവശ്യമില്ല. അതിനപ്പുറം ഇന്നലെ ബാംഗ്ലൂരിൽ നടന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് വ്യോമസേനയുടെ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനകത്ത് വ്യോമസേനയുടെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഒരുപക്ഷെ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ വ്യോമസേന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇതിനകത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വിശദീകരണം, സിന്ദൂരിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിനകത്ത് ഈ പറയുന്ന പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ, 5 ഫൈറ്റർ ജെറ്റുകളും ഈ പറയുന്ന വ്യോമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന വലിയൊരു വിമാനവും തകർത്തിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതുവരെ വിമാനം തകർത്ത് നമ്മൾ പറഞ്ഞില്ല. ട്രംപ് നേരത്തെ 5 വിമാനം തകർത്ത് ആരുടേതാണെന്ന് പറഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ല ആരുടേതാണെന്ന്. ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യ പറയാതെ ലോകത്തുടനീളം വിമാനങ്ങൾ തകർന്ന കണക്ക് ലോക മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഒക്കെ വെളിയിൽ വെച്ചപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മൾ സാറ്റലൈറ്റ് ചിത്രം വെച്ച് ഓരോ ദിവസത്തെയും ഈ പറയുന്ന നമ്മുടെ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ അന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തിനു പറയുന്നു? ട്രംപും ഈ പറയുന്ന മുനീറും തമ്മിലുള്ള ബന്ധം വീണ്ടും ഈ മുനീർ രണ്ടാമതും അമേരിക്കയിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് മുനീറിനെ ഇളക്കി നിർത്തിയിരിക്കുന്നു എന്ന് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു നമുക്ക് ഇന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് ചിക്കൻ നെക്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വീണ്ടും പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അതിന് ISI ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിലെ ഓരോ പട്ടാള ക്യാമ്പുകളിലും അല്ലെങ്കിൽ പട്ടാള മേധാവികളുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് നമുക്ക് വിവരം കിട്ടുമ്പോൾ നമ്മൾ പാകിസ്ഥാനെയും ട്രംപിനെയും ചൊറിയുന്നതിന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. ചൊറിഞ്ഞു, അവൻ അറിയത്തില്ലല്ലോ നമ്മൾ എന്തിനാ ചൊറിഞ്ഞത്. നമ്മൾ ചൊറിഞ്ഞിട്ട് ഇവന്റെ മനസ്സിലേക്ക് പുറത്തിയാടിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാം ഇവൻ തയ്യാറെടുക്കുന്നു. ഇവൻ ഇന്നലത്തെ ആവേശത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയത്തില്ലേ, കഴിഞ്ഞ ദിവസം ഒരു ബിജു മേനോനും ഈ പറയുന്ന ദിലീപും കൂടെ ഉള്ള ഒരു പടം ഉണ്ട്. പടത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്, ബിജു മേനോന് ദിലീപിന് വഴിയിൽ നടന്ന് അടി മേടിക്കാറ്, എവിടെ ചെന്നാലും അടി മേടിക്കാറ്, ലോക പേടിത്തുറിയായിരുന്നു. അച്ഛനെ ബിജു മേനോൻ വലിയൊരു ഗുണ്ടയാ. ബിജു മേനോനെ കൊണ്ട് ഇറങ്ങിയിട്ട് ബിജു മേനോൻ പുറകെ നടന്നു വരും. ബിജു മേനോൻ ആവശ്യം പോലെ ഭക്ഷണവും കൊടുക്കും. എന്നിട്ട് വാടാ കണ്ടോടാ, അടിച്ചോടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവന് ലോകത്ത് കിടന്ന് ആവശ്യം പോലെ അടി മേടിച്ചോണ്ടിരിക്കുകയും നമ്മൾ അടിച്ച് ചുരുട്ടി ഇവനെ മാളത്തിൽ കയറ്റും. ഇവൻ യുദ്ധസമയത്ത് ബ്രങ്കറിനകത്തോണ്ടിരുന്ന് ഇവൻ എവിടാന്ന് പോലും അറിയാതിരിക്കുക. ഇവന്റെ പെണ്ണും പുള്ളിയും അല്ലെങ്കിൽ പൊണ്ടാട്ടിയും പിള്ളേരെയും ഉൾപ്പെടെ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് അവൻ വെളിയിൽ ഈ ലണ്ടനിൽ കൊണ്ട് ഇട്ടിട്ട് ഇപ്പം വന്നിരുന്ന ന്യായം പറയും, ഇവൻ അടിക്കും കേട്ടോ ജാതിയനായ ഭീകരന്. ഇവന് പരുവം കിട്ടിയാൽ അവൻ അടിക്കും. അത് നമുക്ക് നല്ലപോലെ അറിയാം. ഇന്നലെ അവൻ മീറ്റിംഗിൽ അവിടെ കയറി വന്നവന് മൊബൈൽ മേടിച്ചു വെച്ചു, സാറ്റലൈറ്റ് സംവിധാനം മേടിച്ചു വെച്ചു, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മേടിച്ചു വെച്ചിട്ട് ഒരു 120 പേരുടെ വ്യവസായിയുടെ അത്താഴ വിരുന്നിനകത്ത് ഈ പറയുന്നത് പോലെ വീരവാദം മുഴക്കി ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചു അതിനകത്തുനിന്ന് വന്നവരുന്ന് അവിടുത്തെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ എന്തോ കൊച്ചാട്ടാ പറഞ്ഞു. അത് ഇന്നതുപോലെ കൊച്ചാട്ടം പറഞ്ഞു. ഇതുപോലെ ഞങ്ങളേക്ക് പറഞ്ഞതുപോലെ മുനീർ അണ്ണൻ പറഞ്ഞു വലിയ വെല്ലുവിളിയായിരുന്നു. മുനീർ അണ്ണൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങളെ എങ്ങാനും തകർക്കുന്ന ഒരു അവസ്ഥ വന്നാണ് ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ സൈനിക ബലത്തിനകത്തും മറ്റിതിനകത്തും ഒരു തകർച്ച ഉണ്ടായാൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയെ മാത്രമല്ല ലോകത്തിന്റെ പൗതിയെ നശിപ്പിക്കുക എന്റെ ആഗ്രഹമായിരുന്നു. പറഞ്ഞല്ലോ നരേന്ദ്രമോദി, എടാ നീ ആണവ സാധനം കാണിച്ച് ഞങ്ങളെ പറ്റിക്കുന്നു. ഒന്ന് കാണിച്ചു, നിന്റെ ഉപ്പാട് വന്ന് പണ്ടാരം. അതിന്റെ എഫക്റ്റ് നീ മാത്രമല്ല അവനെ അനുഭവിച്ചത്, നിന്റെ അവിടെ ആണവായുധം കൊണ്ടുവന്ന് പാത്തു വെച്ചിരുന്നവനും അനുഭവിച്ചു. ഈജിപ്തിൽ നാളെ അവിടെ വരേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ആണവായുധം കാണിച്ച് ഞങ്ങളെ വരട്ടരുത്. ഞങ്ങൾക്ക് നീ ഇത് എവിടാ വെച്ചേക്കുന്നതെന്നറിയാം, ഇനി എവിടോട്ട് മാറ്റുന്നതെന്നറിയാം, എവിടെ കൊണ്ട് വെച്ചാലും അറിയാം. ഞങ്ങൾ അടിക്കണോന്ന് വെച്ചാൽ അടിക്കും. അത് പറഞ്ഞിട്ടുണ്ട്. അത് അസീം മുനീറിന് ഇപ്പം അമേരിക്ക കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ
അമേരിക്കയുടെ അവസ്ഥയൊക്കെ ഇപ്പൊ അസീമുന്നീറിന് വലുതായിട്ട് അറിയത്തില്ല. അമേരിക്ക ഈ പറയുന്ന ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലെ ഇറാനുമായിട്ട് യുദ്ധം നടന്ന സമയത്ത് ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ B2 വിമാനങ്ങൾക്കകത്ത് കൊണ്ട് ഇട്ടടത്തുനിന്ന് പിറ്റേന്ന് വന്നപ്പോ ഇറാൻ പറഞ്ഞു, എടാ കൊച്ചേട്ടാ ഇതിനകത്ത് വീണ് പൊട്ടിയിട്ടില്ല, ഞങ്ങൾ ആ പഴയ പണി വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ലോക പരാജയമായിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ഈ അമേരിക്കയെ കൂട്ടുപിടിച്ച് നാളെ കാലത്ത് നിന്നെ കോളനിയാക്കി അല്ലെങ്കിൽ നിനക്കെന്തേലും തന്ന് അല്ലെങ്കിൽ അച്ചാരം തന്ന് ഇന്ത്യ കയറി പണിയാൻ നിന്നാൽ പണ്ട് പണിയാൻ നിൽക്കുന്ന പോലെ നിന്നു കൊടുക്കുന്ന ഇന്ത്യ അല്ല. അതുകൊണ്ട് അമേരിക്കയെ കണ്ട് ഇയാൾ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ കാര്യം അതാ. കാരണം ഇയാൾ അടിക്കാൻ നിൽക്കുക, അമേരിക്ക സപ്പോർട്ട് ചെയ്യും. അമേരിക്ക എത്രത്തോളം സപ്പോർട്ട് ചെയ്യും? ഇതിന് ട്രംപ് മറുപടി പറയേണ്ടി വരും. ട്രംപ് ഈ പറയുന്നത് പോലെ സിന്ധൂറിന് ശേഷം, പഹൽഗാമിന് ശേഷം, നമ്മുടെ തിരിച്ചടിക്ക് ശേഷം അവിടുത്തെ ഭീകരവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞിരുന്ന ഈ പറഞ്ഞ ലോകബാങ്കിനെ കണ്ട് കാശ് കൊടുപ്പിക്കുന്നു. ഇപ്പൊ അയാൾ കൂടുതൽ കരാറുകൾ ഒപ്പിടാൻ പോകുന്നു. അവിടെ ഈ പറയുന്നത് പോലെ പുതിയ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ ഉൽപാദനം നടത്തിയിട്ട് ലോകത്തെ നമ്പർ 1 ആക്കാൻ പോകുന്നു. ആ രാജ്യമാണ്. ഇന്ത്യയെ മാത്രമല്ല വെല്ലുവിളിച്ചേക്കുന്നത്, ലോകത്തുടനീളം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലോകത്തിന്റെ പകുതിയെ നശിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇപ്പൊ ചർച്ചയാവാൻ പോവുകയാണ്. അതായത് ഈ പ്രസ്താവനയ്ക്ക് മറുപടി ട്രംപ് പറയേണ്ടി വരും. പിന്നെ ട്രംപിന് പിന്നിലെ പറഞ്ഞതുപോലെ നാണവും മാനവും ഒന്നും ഇല്ല. ഇപ്പൊ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ തലയ്ക്ക് സുഖമില്ലാത്തവന് അൽഷിമേഴ്സിന്റെ പ്രശ്നമുണ്ട്, പ്രായത്തിന്റെ പ്രശ്നമുണ്ട്. ആ രീതിയിലായതുകൊണ്ട് അതിനെ അറിയത്തില്ല. എന്തായാലും ഈ പറയുന്ന അമേരിക്കയിലെ ഇത്തരത്തിൽ ഭീകര രാജ്യങ്ങളെ ഏറ്റവും വലിയ ഭീകര രാജ്യമായിട്ട് ലോകത്തെ GCC രാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പോലും പ്രഖ്യാപിച്ചിരിക്കുന്ന, അവർക്ക് പോലും താല്പര്യമില്ലാത്ത, ബന്ധം കൂടാൻ ഇഷ്ടമില്ലാത്ത ഈ പറയുന്ന രാജ്യത്തോട് അമേരിക്ക ഇപ്പൊ താല്പര്യപ്പെടുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിന് പകരം മുനീറിനെ വിളിച്ച് ട്രംപ് കാര്യം പറയുന്നു. മുനീറിന് വിരുന്നുകൾ കൊടുക്കുന്നു. വീണ്ടും മുനീറിനെ അമേരിക്കയിലേക്ക് വിളിക്കുന്നു. അപ്പൊ ഈ മുനീറുമായിട്ടുള്ള ഒരു നിഗൂഢ ബന്ധം ട്രംപിനുണ്ടല്ലോ. ആ ട്രംപിനോട് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണല്ലോ. ആ ബന്ധം കൊണ്ട് ട്രംപ് ഈ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. ലോകം ആണവായുധം ഉപയോഗിച്ച് നശിപ്പിക്കുമെന്ന് ഒരു രാജ്യം പറഞ്ഞാൽ, അത്തരത്തിലുള്ള പ്രസ്താവന വന്നാൽ, വേറൊരു രാജ്യത്ത് നിന്നാണെങ്കിൽ അതിനകത്ത് മറ്റു രാജ്യങ്ങൾ കൂടി നടപടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഏതായാലും ഇത് വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിന്ധൂർ, അതുപോലെ അയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. സിന്ധൂർ, നമ്മൾ ഈ പറഞ്ഞ പോലെ സിന്ധൂർ നദീജല കരാറുണ്ടല്ലോ, സിന്ധു നദിക്കെതിരെ ഈ അണക്കെട്ട് കെട്ടിയാൽ 10 മിസൈൽ വെച്ചിട്ട് അത് തകർക്കും. പുള്ളിക്ക് കണക്കൊക്കെ അറിയാം കേട്ടോ. ഒരു മിസൈൽ ഇനി ഒരറ്റം, അടുത്ത മിസൈൽ ഇത്ര മീറ്റർ കഴിഞ്ഞ് ഇപ്പുറത്തറ്റം. അപ്പൊ ഒരു വലിയ അണക്കെട്ടെന്ന് പറഞ്ഞാൽ വലിയ നീളവും വീതിയൊക്കെ ഉള്ള സാധനമാണ്. അപ്പൊ ഈ പുള്ളിയുടെ മിസൈലിന്റെ കണക്ക് വെച്ചിട്ട് അത്രയും ആക്യുറേറ്റ്. 10 മിസൈൽ ഉണ്ടെങ്കിലേ നമ്മൾ കെട്ടുന്ന അണക്കെട്ട് താഴോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകത്തുള്ളൂ. ഏതെങ്കിലും ഭാഗത്താൻ പറഞ്ഞു ഏതാണ്ട് 25 ലക്ഷം പേരോളം ഇപ്പൊ പട്ടിണിയാണ്. അവിടുന്ന് പലായനം ചെയ്തിരിക്കുകയാണ്. 40 ഗ്രാമങ്ങൾ അടിയിൽ പോയി മനുഷ്യനെ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല ചെയ്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന അവസ്ഥ. എന്റെ അണക്കെട്ട് കെട്ടിയില്ല കൊച്ചാട്ട. അണക്കെട്ട് കെട്ടുന്നതിന് മുമ്പേ അയാൾ 2014 നിന്റെ തൊഴിൽ അയാൾക്ക് അറിയാമായിരുന്നു. അന്നേ അയാൾ കനാല് വെട്ടിയിട്ടുണ്ട്. ആ കനാലിൽ കൂടെ വെള്ളം തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇനിയും വെള്ളം വരുമെന്നുള്ള കാര്യം നീ വിചാരിക്കേണ്ട. നിന്നെയൊക്കെ അവിടെ എല്ലാ രീതിയിലും പണിഞ്ഞ് കിടത്താൻ അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. വീണ്ടും കയറി ചൊറിഞ്ഞാൽ നിന്റെ യോഗമെന്ന് വിചാരിച്ചാൽ മതി. നീ ആ ലോകത്തിന്റെ പകുതിയിലല്ല, ഒരു സാധനം എടുത്ത് അവിടുന്ന് പൊക്കുന്നതിന് മുമ്പ് അടിച്ച് അയാൾ നിലത്ത് കളയും. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. അപ്പൊ ഇയാളെ ആഗ്രഹം ഇത് പുറത്തു വരുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ വിജയ് പറഞ്ഞതുപോലെ ഉള്ള പ്രസ്താവന. അനവസരത്തിലൊന്നും അല്ല. എല്ലാരും വിചാരിച്ച്, നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ, സാധാരണക്കാരൻ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും അദ്ദേഹം ഒരു കാര്യത്തിനകത്ത് പറഞ്ഞല്ല, ഇതുവരെ പറയാത്ത കാര്യം. അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചോദിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ചോദിച്ചതിന് ശേഷം അഭിപ്രായം പറയത്തുള്ളൂ. കാരണം ഈ നമ്മൾക്കെതിരെ ഒരു കാര്യം അവിടെ ഉരുണ്ടുകൂടുന്നു, വീണ്ടും ഒരു അടിക്ക് സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മുടെ അതിർത്തിയിൽ പട്ടാളങ്ങളും കാശ്മീരിൽ കൂടുതൽ സൈന്യ വിന്യാസവും ഒക്കെ നടത്തി അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തുന്നത് നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വിദേശ മാധ്യമങ്ങളിൽ തന്നെ വെളിയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ കാര്യം പറഞ്ഞു. അതുപോലെ അത് പാകിസ്ഥാനകത്ത് വലിയൊരു റിഫ്ലക്ഷൻ ആണ് ഉണ്ടായത്. കാരണം പാകിസ്ഥാൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു വെച്ചിരുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ സിന്ധു ഈ യുദ്ധത്തെ പറ്റി ഇത് സംസാരിച്ചു. സിന്ധുവിന് ശേഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇന്നലെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ പറയാം. പക്ഷേ സത്യസന്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റും കാര്യങ്ങൾ നമ്മളെന്താ വെളിയിടാൻ? നമുക്ക് എന്തെങ്കിലും പോയാലല്ലേ വെളിവിടാൻ പറ്റും. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. ഇപ്പൊ ഇന്ത്യക്ക് മറച്ചു വയ്ക്കാനും അല്ല ഒക്കത്തില്ല. നമുക്ക് ഇന്ത്യക്കകത്ത് താമസിക്കുന്നവന് മൊത്തം അറിയാം. അവിടെ ഡ്രോൺ വീണ കാര്യം, ഇവിടെ മിസൈൽ വീണ കാര്യം, എന്തൊക്കെ തകർത്തിട്ടുള്ള കാര്യം, നമ്മുടെ കുറെ ആൾക്കാരുടെ വീടൊക്കെ പോയിട്ടുണ്ട്. അല്ല നമ്മളെന്താ കാണിക്കാന്? അപ്പൊ ഞങ്ങളുടെ അല്ല ഞങ്ങൾ തുറന്ന് കാണിക്കാവുന്നു. അല്ല നീ തുറന്ന് കാണിക്കൊന്നും വേണ്ട. നീ അവിടുത്തെ ആൾക്കാരെ പൊട്ടന്മാരല്ലേ? നീ ഒരു പൊട്ടനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പൊട്ടന്മാരായിരിക്കും. ആ പൊട്ടന്മാരടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനേ ഇത് ലോകത്ത് മേളിയിരുന്ന് ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ആരും കാണിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. എവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് സാറ്റലൈറ്റ് വിഷനകത്തൂടെ കിട്ടി. അത് വെച്ചിട്ട് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ലോകമാധ്യമങ്ങൾ വ്യക്തത വരുത്തി പറഞ്ഞ കാര്യമൊക്കെയാ. ആദ്യം സിന്ധുവിൻ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് അനുകൂലമായിട്ട് ലോകമാധ്യമങ്ങളും ഈ പറഞ്ഞ
അമേരിക്കയുടെ ഭാഗമായിട്ടിരിക്കുന്ന മാധ്യമങ്ങളും യൂറോപ്പിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒരു മാധ്യമങ്ങളും നമ്മൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ല. ഒരു ഗോസിപ്പുകളെ ഉണ്ടാക്കിയ പാകിസ്ഥാൻ അഴിച്ചു നമ്മളെ തകർത്തു എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം അങ്ങനെ പറഞ്ഞു പോലും ഇന്ത്യ ജയിപ്പിക്കാൻ ലോകത്തുടനീളം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ വ്യക്തത വരുത്തി, നമ്മൾ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അവസാനം മാധ്യമങ്ങൾക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങൾക്കകത്തുകൂടി പറയേണ്ടി വന്നു. കാരണം അവരുടെ ധർമ്മം അതാണല്ലോ, അവർക്ക് പറയണമല്ലോ, അവരുടെ ജോലി അതാണല്ലോ. ഇന്ത്യക്കൊന്നും പറ്റിയിട്ടില്ല, ഇന്ത്യ തകർത്തത് ഇതൊക്കെയാണെന്ന് പറയേണ്ടി വന്നു. ആ രീതിയിലേക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചാട്ടൻ പറയുന്നത് ഇന്ത്യ വെളിപ്പെടുത്തട്ടെ, ഞങ്ങൾ വെളിപ്പെടുത്താം. അപ്പൊ ഇത് നമ്മൾ ചൊറിഞ്ഞു വെച്ചതാണ്. ഈ അവസരത്തിൽ ചൊറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഏത് രീതിയിൽ വരെ തയ്യാറായി ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടി. കാരണം അങ്ങനത്തെ ഒരു സാധനമാണല്ലോ അങ്ങനെ ചെയ്ത. അപ്പൊ പണ്ട് ഇവൻ അറിയത്തില്ലല്ലോ ഇന്ത്യയുടെ ബുദ്ധി. പണ്ട് നമ്മൾ ഈ ബ്രഹ്മോസ് ഇവന്റെ ഡയറക്റ്റ് നമ്മൾ വിട്ടത് ഇപ്പോഴാണല്ലോ. അവിടെ അത് ചെന്നതിന്റെ ഗുണവും അതിന്റെ കാര്യം ഓർക്കുമ്പോൾ ഉള്ള ഞെട്ടൽ ഇവനറിയാം. പണ്ട് ഇത് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഈ സാധനം അവിടോട്ട് വിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വിജയ്ക്ക്. കാരണം ഈ ബ്രഹ്മോസ് ഒരു ദിവസം പാകിസ്ഥാനിലെ ആൾക്കാർ വന്ന് പറഞ്ഞു, അയ്യോ ഒരു വലിയ മിസൈൽ കിടക്കുന്നു പറഞ്ഞു. പാകിസ്ഥാൻ ആൾക്കാർ വിളിച്ചു പോയപ്പോഴേ അവന്മാർ അറിഞ്ഞു. എന്തോന്നറിയോ, ഈ പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ ചൈനയുടെ, വലിയ കൂവിക്കൊണ്ട് പ്രതിരോധ സംവിധാനം മേടിച്ചിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഇത് വലിയ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കൊടുത്തു പാകിസ്ഥാൻ. അപ്പൊ നമ്മളന്ന് ബ്രഹ്മോസ് ഉണ്ടാക്കി ഇത് പരീക്ഷിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റഡിയുള്ള സമയം നമുക്കറിയണമായിരുന്നു ഈ ചൈനയുടെ പ്രതിരോധ സംവിധാനം ഇതിനെ തടുക്കാൻ ഒക്കും. നമ്മൾ ന്യൂട്രലുള്ള ഒരു സാധനം അങ്ങോട്ടങ്ങ് വിട്ടു. ഇത് അവിടെ ചെന്നു. വേറെ സാധനമൊന്നും ഫിറ്റ് ചെയ്തില്ല, മിസൈൽ മാത്രം വിട്ടു. കാരണം ഈ അതിന്റെ പോർമുഖത്തിനകത്ത് അല്ലെങ്കിൽ മറ്റ് ബോംബുകളോ മറ്റ് അങ്ങനെയൊന്നും വെച്ചില്ല. മിസൈൽ മാത്രം അവിടെ ചെന്ന് വിട്ടു. അതവിടെ ഇടിച്ചു കയറുന്ന അവിടെ കിട്ടും. അത് വലിയ വിഷയമായി. അവന്മാരിത് അറിഞ്ഞതേ ഇല്ല. നാട്ടുകാർ കന്നാലിയെ മേയ്ക്കുന്നവന്മാർ ചെന്ന് കണ്ടപ്പോൾ ഒരു മിസൈൽ കിടക്കുന്നു. അവര് വിളിച്ചു പ്രശ്നമാക്കി, അല്ലെങ്കിൽ ഇന്ന പോലെ സാധനം കിടക്കുന്നത്. അന്നേരം ഈ പട്ടാള് പറഞ്ഞു, അന്നേരം ഇതുപോലെ പറഞ്ഞു ഇവിടുന്നുള്ള മിസൈലാണ്. അപ്പൊ ഇന്ത്യയായിട്ട് വിഷയമായി പറഞ്ഞത് അറിയാതെ ഇതുപോലെ പറ്റിയതാ, ഇവിടുന്ന് തൂത്ത് തുടച്ചോണ്ടിരുന്നപ്പം ഈ സാധനം അപ്പുറത്ത് പോയതാ. എന്നിട്ട് നമ്മുടെ രണ്ട് ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. ഇപ്പം സിന്ധുവിന് ശേഷം ചൈന പറഞ്ഞു, അന്ന് വാർത്തകളൊക്കെ വായിച്ചു ചൈന പറഞ്ഞു ഇതൊന്നും അറിയാതെ വന്നതല്ല, ഇതന്ന് അവര് പരീക്ഷിച്ചതാ. അതായത് നമുക്ക് എന്നിട്ട് പറഞ്ഞു നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ബ്രഹ്മോസിനെ തടുക്കാൻ പറ്റത്തില്ല, അത് അന്നേ അവർ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതാ. അതാ ഇന്ത്യ അവൻ കളിക്കാൻ നിൽക്കുന്നത്. അവന്റെ രാജ്യത്തോട് അവൻ വെച്ച പ്രതിരോധ സംവിധാനത്തിനകത്ത് നമ്മൾ മിസൈൽ വിട്ട് അന്നേ പരീക്ഷിച്ചിറക്കി അവൻ അറിഞ്ഞല്ല. അതേ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സൂക്ഷ്മമായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭരണാധികാരിയും അതിനുവേണ്ടി ഉരുത്തിരിച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും അതിന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ഉള്ളിടത്താണ് നമ്മളോട് കയറി ചൊറിയാൻ വരുന്നത്. ഇനി നമ്മൾ സിന്ദൂർ നിർത്തിയിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്തു പോകും. നമുക്കറിയാം തിരിച്ചടിക്ക് ഏത് സമയവും മുതിരും, തിരിച്ചടി ഉണ്ടാകുമെന്നും അറിയാം. അതിനിപ്പം ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 6 മാസത്തിനകത്ത് തന്നെ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി ഉണ്ടായാൽ ഇനിയുള്ള നമ്മളുടെ തിരിച്ചടിക്കകത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കാണത്തില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു രാജ്യം അഡ്രസ് ചെയ്യാൻ ലോകത്ത് കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അതേപോലെയുള്ള ഒരു കാര്യത്തിലേക്കുള്ള തീരുമാനമായിട്ട് നമുക്ക് തോന്നി. ഏതായാലും ഇന്നലെ അയാൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡാം കെട്ടിയാൽ 10 മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നും അവർക്ക് സൈനികമായി ഒരു മോശം സംഭവിച്ചാൽ ലോകത്തിന്റെ പൊതി നശിപ്പിക്കുമെന്നും അത് ആണവായുധം ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നുമാണ് മുനീർ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയുന്നതിന് വേണ്ടി ട്രംപ് തയ്യാറാകേണ്ട ഒരു അവസ്ഥ വരും. കാരണം ട്രംപ് ആണ് മുനീറിനെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരം.